എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആ സൗണ്ട് കാരണം ഞാൻ മൊബൈൽ ഷോപ്പ് കൊണ്ടുപോയി ഫോൺ. അപ്പം അവർ പറയുന്നത് അത് ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തു തന്നു. പക്ഷേ ഞാൻ അപ്ലോഡ് ആയ പാടന്നെ എൻ്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയിനി. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. അപ്പം എൻ്റെ വ്യൂവേഴ്സ് എന്നോട് പല കാര്യങ്ങളും ക്ഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ വരുന്ന തെറ്റുകളെല്ലാം. അതുപോലെ ഇതും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, അതാ പറ്റിയത്. അപ്പം പിന്നെ വീണ്ടും ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ സൗണ്ട് ഇല്ല, അതാണ് കേട്ടോ. അപ്പം ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിൾ 8 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. അപ്പം ഞാൻ ഇന്ന് നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നിമറയുന്ന ഓർമ്മകൾ എന്താണ് അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. Knight of Swords, Two of Wands, Four of Wands, Chariot, Ace of Swords, Devil, Six of Wands, Five of Cups, Page of Wands, Temperance. Page of Swords, Bottom. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോഡാണ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കണം, എല്ലാം ഉള്ളതും സ്പീഡിൽ തീർക്കണം, സ്പീഡിൽ എല്ലാ കാര്യവും സാധിച്ച് എടുക്കണമെന്നാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് സ്പീഡിലേക്ക് ആക്ഷൻ എടുത്ത് വരണമെന്ന് ഉള്ള ഒരു എനർജിയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആലോചിക്കാതെ എന്തൊക്കെയോ തീരുമാനം എടുത്തുപോയി, അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിലാണ് ആ വ്യക്തി ഉള്ളത്. പ്രശ്നം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിലെല്ലാം ആ വ്യക്തി ദുഃഖിക്കുകയാണ്. ഇതൊരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് ടു ഓഫ് വൺസ് ആണ്. ഫാഷനെ ഫോളോ ചെയ്യുന്നു. ഒരു സ്പാർക്കായ ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നു, അത്രയും ഒരു സ്പാർക്കായ ഒരു സ്നേഹം തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആ വ്യക്തി. നിങ്ങളെയും വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസം, ഡിഫറൻസ് കാണുന്നുണ്ട്. ഒന്നിക്ക് ഏജ് ആവാം, അല്ലെങ്കിൽ മതം, അങ്ങനെ എന്തോ ആവാം. എന്തെല്ലാം ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിലുള്ളതായിട്ട് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ തന്നെ ഫോളോ ചെയ്യാനാണ് ആ വ്യക്തിയുടെ തീരുമാനം. വ്യക്തി ഒരു പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ആ വ്യക്തി എത്തിയിട്ടില്ല. ആ വ്യക്തിയുടെ അതിൻ്റെ കൺഫ്യൂഷനും ഉണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തി നിങ്ങളുടെ ഫോട്ടോ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 4 of Wands ആണ്.
ഒരു തുടക്കത്തിൽ സക്സസ് എല്ലാം നേടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. റോബൺസ് എന്ന് പറഞ്ഞാൽ സക്സസ് നേടിയ ഒരു എല്ലാം നേടിയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പം എൻ്റെ സോൾ കണക്ഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. എല്ലാ ആഗ്രഹവും ഒരു അച്ചീവ് ചെയ്തിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടൊരു സീരിയസ് ആയ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. റീയൂണിയനും സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങൾ ഒത്തിട്ട് മാരേജ്, ഹാപ്പി ഫാമിലി, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എല്ലാം കിട്ടുന്നുണ്ട്. മാരേജ് എന്തായാലും നടക്കും. 401 എന്ന് പറഞ്ഞാൽ മാരേജിൽ തന്നെ നിങ്ങൾ മാരേജ് എന്തായാലും ഈ വ്യക്തിയായിട്ട് നടക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ തന്നെ മതി. നിങ്ങളാണ് ആ വ്യക്തിയുടെ സോളായ യൂണിവേഴ്സ് കൊടുത്ത ആ ഒരു ദൈവികമായ കണക്ഷൻ നിങ്ങളാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എല്ലാം നല്ല ഓർമ്മകളാണ് ആ വ്യക്തിക്കുള്ളത്. അപ്പം വെച്ചാൽ നമുക്കിടയിൽ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങൾ എന്താ ചെയ്യും, സോൾവ് ചെയ്യാൻ എൻ്റെ വ്യക്തി ഒരുപാട് പ്രയത്നിക്കാറുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് എൻ്റെ വ്യക്തി എത്രയും നല്ലൊരു സ്വഭാവമാണ് എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് മിന്നിമറയുന്ന ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മിന്നിമറയാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഒരുപാട് ഉള്ളിൽ എൻ്റെ വ്യക്തി വിഷമിക്കുന്നുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റിലാവുമ്പോൾ ഉള്ള വിഷമം. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങൾ എപ്പോൾ ഒരു പറഞ്ഞ ഒരു വാക്ക്, ആ വ്യക്തിക്ക് വാക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയോ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളോട് പറയാതെ ആ വ്യക്തി കൊണ്ടു നടക്കുന്ന ഒരു വിഷമമുണ്ട്. അതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എന്നാലും ആ വ്യക്തി പറയുന്നത് എന്താ, എൻ്റെ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. എന്താ, മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ വ്യക്തി എന്തായാലും വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു നല്ലൊരു അഭിമാനത്തോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേട്ടോ. നമ്മളുടെ ടോപ്പിക് എന്താ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നിമറയുന്ന ഓർമ്മകളിൽ ആ വ്യക്തി ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് മിന്നിമറയുന്നത് ഓർമ്മകൾ. മറ്റുള്ളവരിൽ നിന്ന് എന്തായാലും വ്യത്യസ്തമായൊരു വ്യക്തിയാണ്. നമുക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് സോൾവ് ആക്കും. മറ്റുള്ളവരെ അറിയിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഇപ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ പുറത്തുള്ളവരെ അറിയിച്ചാലല്ലേ നമ്മൾ അവരറിയുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, പ്രശ്നം വരും, പ്രശ്നം പോകും. അപ്പം അതൊരു മെസ്സേജാണ് എല്ലാവർക്കും ഉള്ളത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. അറിയിച്ചിട്ട് ഒരു ഗുണവുമില്ല. നമ്മളെ വീണ്ടും താഴോട്ട് വലിച്ചിടുകയേ ഉള്ളൂ. നമുക്ക് ഒരു ഗുണവും കിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യാം. അതാണ്. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നിമറയുന്ന ഓർമ്മകളിൽ എൻ്റെ വ്യക്തി ഡിഫറെൻ്റാണ്, വ്യത്യസ്തനാണ്. നമ്മുടെ മാത്രം പ്രശ്നമായിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ വ്യക്തി. ആ വ്യക്തിയെ അഭിമാനത്തോടു കൂടിയാണ് അത് നിങ്ങളെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഓർക്കുന്നത്. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അതുതന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹത്തോടെ നിങ്ങൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിസ് ചെയ്യുന്ന പോലെ എൻ്റെ വ്യക്തിയും എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും എന്ന കോൺഫിഡൻ്റ് ഉണ്ട് വ്യക്തിക്ക്. എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും എന്ന് തന്നെ. എന്താ വെച്ചാൽ ഡിഫറെൻ്റാണ്, എൻ്റെ വ്യക്തി ഡിഫറെൻ്റാണ്, എൻ്റെ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വേണ്ട സമയത്ത് ആക്ഷൻ എടുത്തിട്ടില്ല ഞാൻ. അതൊക്കെയാണ്. എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എടുക്കായിട്ടല്ല, വ്യക്തിക്ക് പറ്റായിട്ടാണ്. നിന്നെ വിട്ടുമാറി നിൽക്കേണ്ടി വന്നു എനിക്ക്. പക്ഷെ എനിക്ക് എന്ത് പറ്റില്ല, നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നി മറയുന്ന, നിങ്ങളോട് പറയാതെ പറയുന്ന ആ വ്യക്തിയുടെ ഓർമ്മകളിൽ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പം തന്നെ വളരെ വിഷമിച്ചിട്ടാണ്. അതെന്ന് വെച്ചാൽ ആത്മാക്കൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്രയും ആണ്. പിരിഞ്ഞു പോകണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. എത്ര പിണങ്ങി പോയാലും എന്താ എന്നിൽ തന്നെ വന്നു ചേരും.
എൻ്റെ വ്യക്തി എന്ന ഒരു കോൺഫിഡൻ്റ് ഉണ്ട് ആ വ്യക്തിക്ക്. അതാണ് എത്ര പിരിഞ്ഞ് പോയാലും എന്നിൽ തന്നെ വന്നു ചേരുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി ഉള്ളിൽ മിന്നി മറയുന്ന ഓർമ്മകൾ നിങ്ങളെക്കുറിച്ച്, അങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ ഡിവൈൻ പാർട്ട്ണറാണ് ഇത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഇതാണ് എൻ്റെ ഡിവൈൻ പാർട്ട്ണറാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തി വ്യത്യസ്തമായൊരു ഡിഫറൻ്റായ സ്വഭാവമാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ആക്കും, മറ്റുള്ളവരെ അറിയിക്കാതെ സോൾവ് ആക്കും. അത് തന്നെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റാണ്. അതാണ്. നെക്സ്റ്റ് ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റോടുകൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഉറപ്പായി വരാൻ തീരുമാനിച്ചതിൻ്റെ എത്തിച്ചേർന്ന് നിങ്ങളെ സക്സസ് നേടി വരും. മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ മുന്നോട്ട് തന്നെ ചാരിയറ്റ് പറയുന്നത്. അപ്പം മുന്നോട്ടേക്ക് തന്നെ നിങ്ങളിലേക്ക് വരാൻ തന്നെ നൈറ്റ് ഓഫ് സോഡിലെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ തമ്മിൽ പറഞ്ഞു തീർക്കണം. മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അതന്നെ ആ വ്യക്തി എടുത്തിരിക്കുന്നത്. ചാരിയറ്റിൽ ആ വ്യക്തി രണ്ടും കൽപ്പിച്ച് വരികയാണ്. നെക്സ്റ്റ് ഏസ് ഓഫ് സോഡാണ്. ഒരു പുതിയൊരു തുടക്കം, ഒരു പുതിയ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് തന്നെ ആക്ഷൻ എടുക്കണം എന്നാണ്. അങ്ങനെയാണ് ചാരിയറ്റിൽ ആ വ്യക്തി മുന്നോട്ട് വരുന്നത്. ഒരു മനഃശക്തിയും എല്ലാം, ഒരു പാസ്റ്റ് ലൈഫിലെയുള്ള ക്ലാരിറ്റിയും എല്ലാം ആഴമുള്ള ബന്ധമാണ് ഇത് എന്നൊക്കെ മനസ്സിലാവുന്നു. നല്ല രീതിയിൽ പോകണം. ചാരിയറ്റിലേക്ക് ആ വ്യക്തി ആ രീതിയിലേക്ക് നിങ്ങളിലേക്ക് വരികയാണ്. അപ്പം എല്ലാം മറികടക്കാൻ കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ചാരിയറ്റിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഫീലിങ്സ് നിന്നോട് ഉണ്ടെന്നുള്ളത് ആ വ്യക്തിക്ക് പറയണം. നിങ്ങളോടെല്ലാം ആ വ്യക്തിയുടെ മനസ്സ് തുറന്നിട്ട്. അതാണ് ആ വ്യക്തിക്ക് വേണ്ടത്. മനസ്സിലുള്ള എല്ലാ കാര്യവും എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവെക്കണം. അതന്നെ. മനസ്സിലിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചാലല്ലേ അറിയുള്ളൂ. അതാണ്. നെക്സ്റ്റ് ഡബിളാണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറയുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിൽ മിന്നി പറയുന്നത് എന്താ വെച്ചാൽ, ആ വ്യക്തി പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പറ്റില്ല, നിന്നിൽ ഞാൻ അഡിക്റ്റാണ് എന്നാണ് ആ വ്യക്തി പറയാതെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ നീ ഇല്ലാതെ നമുക്ക് പറ്റില്ല, നിന്നിൽ ഞാൻ അഡിക്റ്റാണ്. അത്രയും സ്ട്രോങ് ആയ ഫീലിങ്സാണ് എല്ലാ തരത്തിലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത്രയും ഒരു ഫീലിങ്സ് എന്താ, അത്രയും നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ മുന്നോട്ട് പറ്റില്ല എന്ന് ആ വ്യക്തി തന്നെ സമ്മതിക്കാം. നിങ്ങൾക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നാണ് ഡബിളിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിനക്ക് ഇങ്ങോട്ടും എന്നോടും ഉണ്ടാവും ആ ഫീലിങ്സ് എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. എൻ്റെ വ്യക്തിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ തരത്തിലും ശാരീരികമായും മാനസികമായിട്ടും എല്ലാം നീ വേണം എനിക്ക്. നെക്സ്റ്റ് കാർഡ് 6 of Wands ആണ്. 6 of Wands എന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന സക്സസ് തന്നെ, അറിയപ്പെടുന്ന സക്സസ് നേടിയിട്ട് ഒരു ആ വ്യക്തി തന്നെ പ്രയത്നിച്ച് വിജയിച്ച ഒരു വിജയം ആ വ്യക്തിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ വിജയിക്കാൻ ടഫായിട്ടുള്ള എന്തോ ഒരു ഇത് ആ വ്യക്തി പ്രയത്നിച്ച് നേടിയിട്ടുണ്ട്. ഇതാണ് 6 of Wands. ഒരു പ്രസക്തി എന്തോ കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക്. അത് അഭിമാനം, അതെല്ലാം നിങ്ങളോട് പറയണം. ആ വ്യക്തി ഒരു അഭിമാനമായിട്ടൊരു വിജയം നേടിയിട്ട് സന്തോഷത്തോടെ നിങ്ങളിലേക്ക് വരികയാണ്. ഇതെല്ലാം നിങ്ങളോടൊന്ന് പറയണം. അപ്പോൾ റീയൂണിയൻ എന്തായാലും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു ഇതാണ് 6 of Wands കേട്ടോ. ലൈഫ് ലോങ് നിങ്ങളെ വേണം. എൻ്റെ ലൈഫ് അവസാനിക്കുന്നവരെ, എൻ്റെ ജീവനുള്ളിടത്തോളം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന ഒരു ഉറച്ച ഒരു വാക്ക് നിങ്ങൾക്ക് തരണം. അപ്പം നിങ്ങളിലേക്ക്
അപ്പോൾ തല ഉയർത്തി പിടിച്ചിട്ടാണ് ആ 6 of Wands ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. മാരേജ് എന്തായാലും നടക്കും. അപ്പം മാരേജിലേക്ക് തന്നെ എന്തായാലും എത്തിപ്പെടും. 6 of Wands എന്ന് പറഞ്ഞാൽ മാരേജ് ഉറപ്പിക്കാം. പഴയതിലും ബോണ്ടിങ് ആയിട്ട് വേണം എന്നാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ, ആ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ച് ഇതൊക്കെയാണ് ആ വ്യക്തി ചുരുക്കൂട്ടിയിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നത്. പഴയതിലും നല്ല ബോണ്ടിങ് വേണം. നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് ഒരിക്കലും കുറയാൻ പാടില്ല. അന്നൊന്ന് കൂടുക ചെയ്യാവും, കുറയാൻ പാടില്ല എന്നാണ്. അപ്പം നെക്സ്റ്റ് 5 of Cups ആണ്. ഒരു നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ അതങ്ങനെയെല്ലാം ഓർത്ത് ദുഃഖിക്കുകയാണ് 5 of Wands എന്ന് പറഞ്ഞാൽ. ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് മറ്റുള്ള ഒരുപാട് കപ്പെല്ലാം വെച്ച് നീട്ടുന്നുണ്ട് സ്നേഹത്തിൻ്റെ. പക്ഷെ ആ വ്യക്തി അതൊന്നും അറിയുന്നില്ല. എൻ്റെ വ്യക്തിയുടെ സെപ്പറേറ്റായ ആ ദുഃഖത്തിൽ പഴയത് ഓർത്ത് ദുഃഖിച്ചിരിക്കുക പ്രതീകമായിട്ട്. ഞാൻ തനിച്ചായി പോയോ, എൻ്റെ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ വന്നാലും റിജക്റ്റ് ചെയ്യോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷം തന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ അതൊക്കെയാണ് മനസ്സിലുള്ളത്. സന്തോഷം തരണം. ഒരു ഇഷ്യൂ കാരണം സന്തോഷം തരാൻ പറ്റിയിട്ടില്ല. അപ്പം അതൊക്കെയാണ് ഇമോഷണലി വീക്കായിട്ട് ആ വ്യക്തി ഓർക്കുന്നത്. ഓരോ സമയത്ത് ഇമോഷണലി വീക്കായി പോകുന്നുണ്ട് ആ വ്യക്തി. ചാരിയറ്റിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു, 5 of Wands വീക്കായി പോയി. അങ്ങനെ മാറി മറിയുന്ന ഒരു ഫീലിങ്സിലാണ് ഇവിടെ കാണുന്നത്. ഒരു 5 of Wands അങ്ങേയറ്റം ദുഃഖിച്ച് നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും റിസ്ക് എടുക്കും. എന്തെങ്കിലും തടസ്സമായിക്കോട്ടെ അത് റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് വരികയാണ്. വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. 5 of Cupsലുള്ള ആ ദുഃഖങ്ങളെല്ലാം മറികടന്ന് പേജ് ഓഫ് വാൻസിൽ ആ വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. വരാൻ തയ്യാറായിട്ട് തന്നെ ഒരു ഉയർന്ന ഊർജത്തോട് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. ഈ ബന്ധം എന്തായാലും സ്ട്രോങ് ആക്കി എടുക്കണം. നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി ആ വ്യക്തിക്ക് ഓടി വരാനോ ഒന്ന് വന്നിട്ട് ഈ ഒക്കെ വിഷമം മൊത്തം ഒന്ന് ഒരു ഹഗ്ഗിലൂടെ എനിക്ക് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ. ഓടി വന്നൊന്ന് കാണണം. അതാണ് പേജ് ഓഫ് വാൻസിൽ ആ വ്യക്തിയുടെ ചിന്ത. പിന്നെ എത്രമാത്രം 5 of Cups ആ വ്യക്തി വിഷമിക്കുകയാണ്. ഒരു ദുഃഖത്തിൻ്റെ പ്രതീകമായിരിക്കുകയാണ് 5 of Cups. നെക്സ്റ്റ് പേജ് ഓഫ് വാൻസിൽ ആ വ്യക്തി പിന്നെ നിങ്ങളിലേക്ക് ഓടി വരണം. എല്ലാ വിഷമവും ഒന്ന് ഇറക്കി വെക്കണം. ഒരു ഹഗ്ഗിലൂടെ എല്ലാം ഇറക്കി വെക്കാൻ പറ്റുമെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. പേജ് ഓഫ് വാൻസിൽ സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. നിങ്ങൾ ഒന്നൊന്ന് കണ്ടാൽ തന്നെ പകുതി ആശ്വാസമാവും എന്നാണ് പറയുന്നത് ആ വ്യക്തി. ഒരു നിങ്ങളുടെ കാര്യമൊന്നും അറിയാൻ പറ്റുന്നില്ല. അതെല്ലാം ആ വ്യക്തി പല വഴിക്കും നിങ്ങളുടെ കാര്യം അറിയാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഒരു അറിവ് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാവരുടെയും ആ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആണ്. ഒന്നും അറിയുന്നില്ല, വിവരങ്ങൾ പോലും അറിയുന്നില്ല. അതാണ്. നെക്സ്റ്റ് കാർഡ് ടെമ്പറസ് ആണ്. ബാലൻസ്. എല്ലാം ഒരു ബാലൻസിൽ പോകണം. ഫീലിങ്സ് ഒന്നും ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇനി അതൊന്നും പറ്റില്ല. എല്ലാം എക്സ്പ്രസും ചെയ്യണം, എല്ലാം തുറന്നടിക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇനിയൊന്നും മൂടി വെക്കുന്ന പ്രശ്നം ഇങ്ങനെ പിടിച്ചു നിൽക്കാനും പാടില്ല. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് കുറച്ച് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം പുറത്തോട്ട് വരികയാണ് ആ വ്യക്തിൻ്റെ. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യണം, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. മറ്റുള്ള നെഗറ്റീവായ ആൾക്കാരിൽ നിന്ന് ബൗണ്ടറി വെച്ച് നിൽക്കാൻ പഠിച്ചു. ഫസ്റ്റ് കാര്യം അതാണ്. അപ്പം തന്നെ പകുതി ആശ്വാസമായി. ക്ഷമയോടുകൂടെ എല്ലാം ചെയ്യണം. പണ്ടെല്ലാം എടുത്ത് ചാടി ക്ഷമയില്ലാതെ പലതും കാട്ടിക്കൂട്ടിയതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ പ്രൊട്ടക്റ്റും ഉണ്ട്. അപ്പം എല്ലാം ശരിയായിട്ട് വരും. നെഗറ്റീവായ ആൾക്കാരുടെ എല്ലാവിധ നെഗറ്റീവായ സ്വഭാവങ്ങളെല്ലാം യൂണിവേഴ്സ് തന്നെ മുന്നിലിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളുമായിട്ട് സ്നേഹം നടിച്ച് വരുന്നവരേത്
യഥാർത്ഥ സ്നേഹം ഏത് എന്ന് മനസ്സിലാവുന്നുണ്ട്. പേജ് ഓഫ് സോഡാണ് ബോട്ടം. അപ്പം വീണ്ടും റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് വരികയാണ്. ഒരു കോണ്ടാക്റ്റ് വേണം, എത്രയും വേഗം ഒരു കോണ്ടാക്റ്റ് വേണം. നിങ്ങളിൽ നിന്ന് തിരിച്ച് ഒരു പുതിയ ഐഡിയയെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഏത് നിമിഷവും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇത്രയും രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നുണ്ട് ആ വ്യക്തി. അതാണ്. ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം നമ്മുടെ ലൈഫിൽ പറ്റാൻ പാടില്ല എന്നാണ്. എല്ലാ തരത്തിലും നിങ്ങളെപ്പറ്റി അറിഞ്ഞ്, അപ്പം നിങ്ങളെ കുറച്ച് അറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഒരു നല്ല ഒരു സന്തോഷമാണ് തോന്നുന്നത്. ഇത്രയും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ആ വ്യക്തി അറിയാൻ ശ്രമിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. എൻ്റെ വ്യക്തി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും മോശമായിട്ടൊന്നും അറിയാനുമില്ല, എല്ലാം ശ്രമിച്ചു. എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായതെന്നാണ് ആ വ്യക്തി സമ്മതിക്കുന്നത് കേട്ടോ. എൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചത്. ഒരു ക്ലാരിഫിക്കേഷൻ ആകട്ടെ. ഹൈ പ്രീഷ്യസ് ആണ്. ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാൻ പറ്റുന്നുണ്ട്. നല്ല മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ ഇൻറ്റ്യൂഷനിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഹൈ പ്രീഷ്യസ്. അപ്പം ഒരു ദൈവികത്വമുള്ളൊരു ബന്ധമാണ്, ദൈവികമായൊരു ബന്ധമാണ്. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. സിക്സ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉറപ്പിക്കുന്ന കാർഡാണ്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒന്നു ചേർന്ന് ജീവിച്ചവരാണ്. അപ്പോൾ ആ ഓർമ്മകളിലാണ് ആ വ്യക്തി കേട്ടോ. അപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിലെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് ആ ഓർമ്മകൾ അയവറക്കുന്ന ഒരു കാർഡാണ്. ഓർമ്മകളെ താലോലിക്കുന്ന പാസ്റ്റ് ലൈഫ് ഓർമ്മകൾ. ഒരുപാട് എല്ലാ ഭാരവും വഹിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൻ്റെയും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതാണ്, ഒരുപാട് ഭാരമുണ്ട് ആ വ്യക്തിയുടെ ചുമലിൽ കിട്ടും. ഉറച്ച ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ആ വ്യക്തി. അതാണ് കാണുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമാണ് ആ വ്യക്തിയുടെ ഫോക്കസ്. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. കിങ് ഓഫ് കപ്പ്. ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനായിട്ട് നിങ്ങൾക്ക് തരണം. ഇതുവരെയും ഉള്ളിൽ വെച്ച് കെട്ടിമൂടപ്പെട്ടിട്ട് നിൽക്കുകയായിരുന്നു. ഇനി അത് പറ്റില്ല. കുറച്ച് മാത്രമേ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നുള്ളൂ സ്നേഹം. ഇതൊന്നും പോരാ. നല്ല സ്നേഹം തരണം. കിങ്ങിൻ്റെ രാജാവായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ നേടണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ. ഏത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് കൂടുതൽ നോക്കിയാലോ? ശ്രീരാമസ്വാമിയുണ്ട്, അഗ്നിദേവനുണ്ട്. അഗ്നിദേവൻ പറയുന്നത് ഒരു അഗ്നിയായി ജ്വലിക്കേണ്ടവരാണ് നിങ്ങൾ. ഇങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല. ഒരു അഗ്നിയായിട്ട്, പ്രകാശമായിട്ട്, ലൈഫ് ലോങ് എല്ലാവർക്കും ഒരു വേൾഡിൽ തന്നെ ഒരു പ്രകാശമായി തീരേണ്ടവരാണ് എന്നാണ് അഗ്നിദേവൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആ വ്യക്തിയുടെ സോൾ മെസ്സേജ്.
പെയിൻഫുൾ മെമ്മറി. അത്രയും വേദനയുള്ള ഓരോ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. യു ആർ മൈ വേൾഡ്, നീയാണ് എൻ്റെ വേൾഡ്. ഫൈൻഡിങ് ഔട്ട് ദി ട്രൂത്ത് ക്രഷ്ഡ് മീ. സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. യു കം ക്ലോസർ ദാൻ എനിവൺ. മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണെന്ന് പറഞ്ഞു. യെസ് ആലപ്പുഴ. സ്ലിം ബോഡി ലോങ് ഹെയർ. ജ്യോതി എഫ്. ജൂൺ മകീര്യം. രേവതി അക്കൗണ്ടന്റ്. പുണർദം ഫെബ്രുവരി. സെപ്റ്റംബർ മകം. ടി പത്തനംതിട്ട. തൃക്കേട്ട ആലപ്പുഴ. ആഗസ്റ്റ് അശ്വതി. കോട്ടയം ഡിസംബർ. ഉത്രം മെയ്. വയനാട് സി. 10 BK റിങ്. കോഴിക്കോട് ഡി. പൂയം മാർച്ച്. എം തൃശൂർ. ഉത്രാടം സോൾമേറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.